ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, സൗഖ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സമൃദ്ധി ഉണ്ടാകും. രോഗമാണെങ്കിൽ അതിനെ ചികിത്സയ്ക്കായി നമ്മൾ ധാരാളം പണം ചെലവാക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ധനനഷ്ടം വരുത്തും. സൗഖ്യമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും. സൗഖ്യം മനസ്സിനും ശരീരത്തിനും സൗഖ്യം ആവശ്യമുണ്ട്. ആത്മാവിനും സൗഖ്യം ആവശ്യമുണ്ട്. മനുഷ്യൻ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയാൽ ആണ് പൂർണ്ണനാവുക. 3 തലങ്ങളിലും ഒരു മനുഷ്യന് സൗഖ്യം ആവശ്യമുണ്ട്. ആത്മീയ തലങ്ങളിൽ സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശകൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. ശരീരത്തിന് രോഗമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർമാരെ പോയി കണ്ട് ചികിത്സിച്ച് ശരീരത്തിന് സൗഖ്യം നേടണം. മനസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരെ പോയി കണ്ട് ആ പ്രശ്നങ്ങൾ ശരിയാക്കണം. 3 തലങ്ങളിൽ ഒരു മനുഷ്യന് സൗഖ്യം ആവശ്യമുണ്ട്. ഇവിടെയെല്ലാം സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ സൗഖ്യം ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമർത്ഥമായ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. 2 കൊരിന്തോസ് 9-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനം അത് പറയുന്നത്, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ. തിരുവചനം അങ്ങനെ പറയുക, നിങ്ങൾക്ക് സദാ സമൃദ്ധിയുടെ ആവശ്യമുണ്ട്. സദാ സമൃദ്ധി ഉണ്ടാകുവാൻ. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങളാണ് അവിടെ ഊന്നി പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും സദാ സമൃദ്ധി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളം ചെയ്യുവാൻ വേണ്ടിയും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാം സദാസമയവും സമർത്ഥമായി ലഭിക്കുവാൻ വേണ്ടിയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സദാസമയത്തും ലഭിക്കുവാൻ വേണ്ടിയും, അല്ലെങ്കിൽ സദാസമയത്ത് ഉണ്ടാകുവാൻ വേണ്ടിയും സത്കൃത്യങ്ങൾ ധാരാളം ചെയ്യുവാനും വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകുവാൻ
ശക്തനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സദാ ലഭിക്കുവാൻ, നിങ്ങൾ സദാ ഉണ്ടാകുവാൻ, നിങ്ങൾക്ക് സത്കർമ്മങ്ങൾ ചെയ്ത് എല്ലാ സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ സത്കൃത്യങ്ങൾ ധാരാളം ചെയ്യുവാനും വേണ്ടി സമർത്ഥമായി അനുഗ്രഹങ്ങൾ നൽകുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. സത്കൃത്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവം നമുക്ക് നൽകും. കാരണം മറ്റുള്ളവരെ നേടിയെടുക്കുക, ആത്മാക്കളെ നേടിയെടുക്കുക എന്നുള്ളത് ദൈവത്തിന് വലിയ ആഗ്രഹമാണ്. ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ പൂർണ്ണ മനുഷ്യനായ ഈശോയെയും അതുപോലെ തന്നെ പൂർണ്ണ ദൈവപുത്രനായ ഈശോയെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും രണ്ട് അവസ്ഥകളിൽ നിന്ന് അവർ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. പൂർണ്ണ മനുഷ്യനായി ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഗാഗൽത്താ മലയിലേക്കുള്ള കുരിശും വഹിച്ചുള്ള യാത്രയും പീഡാസഹനങ്ങളും എല്ലാം കഴിഞ്ഞ് കുരിശിൽ തറയ്ക്കുമ്പോൾ അവന് ശാരീരികമായ ഒരു ദാഹം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ദൈവപുത്രനായ ഈശോ ആത്മാക്കളെ നേടിയെടുക്കുവാനുള്ള ഒരു ദാഹം അവിടെ കാണിക്കുന്നുണ്ട്. തൻ്റെ കുരിശുമരണത്തിലൂടെ, പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ തൻ്റെ സമൂഹത്തെ, തൻ്റെ ജനത്തെ നേടിയെടുക്കുവാൻ, ആത്മാവിനെ രക്ഷ നൽകുവാൻ അവിടുന്ന് തയ്യാറായി. അവിടുന്ന് ദാഹിച്ചു ഓരോ ആത്മാക്കളെയും സുസ്തുതിക്ക് വേണ്ടി, അവരെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി അവിടുന്ന് ദാഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് സമർത്ഥമായ ജീവനും അതുപോലെ തന്നെ ആവശ്യമുള്ളതെല്ലാം സമർത്ഥമായി ഉണ്ടാകുവാനും സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ സത്കൃത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തരും. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.